നിങ്ങളുടെ കയ്യിൽ വെജിറ്റബിൾസ് കുറവാണെങ്കിൽ തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു സാമ്പാറാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഉള്ളി സാമ്പാർ. തക്കാളിയും ചെറിയുള്ളിയും മാത്രം ഉപയോഗിച്ചും നമുക്കിത് തയ്യാറാക്കാൻ സാധിക്കും. മൈ നെയിം ഈസ് ഷാൻ ജിയോ. വെൽക്കം ടു ദ വീഡിയോ. ഇവിടെ ഒരു പ്രഷർ കുക്കറിൽ തുവരപ്പരിപ്പ് അഥവാ സാമ്പാർ പരിപ്പ് 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഉള്ളി സാമ്പാർ തയ്യാറാക്കുന്നതിനായിട്ട് ഈ പരിപ്പ് തന്നെ വേണം. ആദ്യമായി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ, അവസാനമായി വെള്ളം 4 കപ്പ്, അതായത് 1 ലിറ്റർ. ഇനി പ്രഷർ കുക്കർ അടച്ച് ഇത് വേവിച്ചെടുക്കുക. ആദ്യത്തെ വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും പിന്നീടുള്ള 4 വിസിലുകൾ ലോ ഫ്ലെയിമിലും വേവിക്കുക. പിന്നീട് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം പ്രഷർ തനിയെ സെറ്റിലാവുന്നതുവരെ ഏകദേശം 20-25 മിനിറ്റ് നേരം അനക്കാതെ മാറ്റിവെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് മറ്റു കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാം. ഇവിടെ ഒരു ബൗളിൽ വാളൻ പുളി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചൂടുവെള്ളം 3/4 കപ്പ് ഒഴിക്കുക. ഇനി പുളി വെള്ളത്തിലൊന്ന് കുതിരുന്നതിനായിട്ട് 10 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി പുളി വെള്ളത്തിൽ ലയിപ്പിച്ചെടുക്കുക. ഇനി ഈ വെള്ളം ഒരരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കുക. അങ്ങനെ അരിച്ചെടുത്ത പുളിവെള്ളം മാറ്റിവെക്കുക. പിന്നീട് ഒരു പാനോ കടായിയോ ചൂടാക്കിയ ശേഷം എണ്ണ 2 ടേബിൾ സ്പൂൺ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ചെറിയുള്ളി ക്ലീൻ ചെയ്തത് 2 കപ്പ്, ഏകദേശം 250 ഗ്രാമോളം ഉണ്ടാകും. പച്ചമുളക് 2 എണ്ണം നടുവേ കീറിയത്, കറിവേപ്പില 2 തണ്ട്. ഇനി ഇത് ഏകദേശം 3 മിനിറ്റ് നേരം തുടർച്ചയായിട്ട് ഇളക്കി വഴട്ടിയെടുക്കുക. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ഇതിപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തത് ചേർക്കുക. തക്കാളി ചേർത്ത ശേഷം വീണ്ടും 2 മിനിറ്റ് നേരം കൂടി തുടർച്ചയായിട്ട് ഇളക്കി വഴട്ടുക. പിന്നീട് തീ കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, മുളകുപൊടി 1/2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇനി ഇത് ഏകദേശം 1 മിനിറ്റ് നേരം തുടർച്ചയായിട്ട് ഇളക്കുക. സ്റ്റൗ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന പുളി പിഴിഞ്ഞ വെള്ളം ഇതിലേക്ക് ചേർക്കുക. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. അതിനുശേഷം ഇതിലേക്ക് കായപ്പൊടി 1 ടീസ്പൂൺ, പൊടിയല്ലാത്ത കട്ടിക്കായമുണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും നല്ലത്. അതാണെങ്കിൽ ഇതിന്റെ പകുതി ചേർത്താൽ മതിയാകും. അതോടൊപ്പം തന്നെ ഉപ്പ് 1 ടീസ്പൂൺ. ഈ 2 ഇൻഗ്രീഡിയൻസും ചേർത്ത് എല്ലാം ഒരിക്കൽ കൂടി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ പ്രഷർ കുക്ക് ചെയ്ത് വെച്ചിരുന്ന പരിപ്പ് ഇതിലേക്ക് ചേർക്കുക. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. തീ കൂട്ടി ഹൈ ഫ്ലെയിമിലേക്ക് വെക്കുക. അതിനുശേഷം ഇത് തിളയ്ക്കാൻ തുടങ്ങുന്നതുവരെ വെയിറ്റ് ചെയ്യുക. ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക. പിന്നീട് 2 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ തിളപ്പിക്കുക. 2 മിനിറ്റ് നേരം തിളപ്പിച്ച ശേഷം ഇതിലേക്ക് അല്പം മല്ലിയില ചോപ്പ് ചെയ്തത് ചേർത്ത് ഇളക്കുക. ഉള്ളി സാമ്പാർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം കടുകും ഉലുവയും മറ്റു ഇൻഗ്രീഡിയൻസും താളിച്ച് ചേർക്കണം. മല്ലിയില ചേർത്ത് ഉടനെ തന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് മാറ്റിവെക്കുക. ഇവിടെ ഒരു പാനിൽ എണ്ണ 2 ടേബിൾ സ്പൂൺ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഉലുവ 1/4 ടീസ്പൂൺ, അതോടൊപ്പം തന്നെ കടുക് 1/4 ടീസ്പൂൺ. ഇനി കടുകെല്ലാം പൊട്ടിത്തീരുന്നതുവരെ വെയിറ്റ് ചെയ്യുക. കടുകെല്ലാം പൊട്ടിത്തീരുമ്പോൾ ഉണക്കമുളക് 2 എണ്ണം നടുവേ മുറിച്ചത്, അല്പം കറിവേപ്പില, ഇത് രണ്ടും ചേർത്ത് തുടർച്ചയായിട്ട് ഇളക്കുക. സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെക്കുക. പിന്നീട് ഉണക്കമുളക് ഇതുപോലെ ബ്രൗൺ കളർ ആവാൻ തുടങ്ങുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉള്ളി സാമ്പാറിലേക്ക് ചേർക്കുക. എല്ലാം ഒരിക്കൽ കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത് അല്പം കുറുകിയ സാമ്പാറാണ്. അല്പനേരം കൂടി ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടി കുറുകും. നിങ്ങൾക്ക് അല്പം കൂടി ലൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ തിളപ്പിച്ച ചൂടുവെള്ളം ഒഴിച്ച് ഇളക്കുക. 10-15 മിനിറ്റ് നേരം വെച്ച് ഫ്ലേവേഴ്സ് എല്ലാം ഒന്ന് ബാലൻസ് ആയതിനു ശേഷം സെർവ് ചെയ്യുക. ഇഡ്ലിക്കും ദോശയ്ക്കുമൊപ്പം ഉള്ളി സാമ്പാർ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്സ് ദയവായി താഴെ കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.